ഇതെന്താണ് കാണുന്നേ? പഞ്ചർ. ആരെ വണ്ടിയാണ്? നല്ല പ്രായമുണ്ടല്ലോ. ഫസ്റ്റ് എത്ര പഠിച്ചത് എത്ര ടയർ ഉണ്ട് എണ്ണി നോക്കിയാലേ നമുക്ക്. വെൽക്കം ബാക്ക് അഗൈൻ, ശ്യാമിലരിക്കോടാണ്. അപ്പോൾ നമ്മളെ 37ാമത്തെ ദിവസം നമ്മൾ വാപ്പിയിലാണുള്ളത്. ഇന്നലെ ഏകദേശം ഉച്ചക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റെസ്റ്റ് എടുത്തു. അതുപോലെ തന്നെ ഷാൻ്റെ വണ്ടിക്ക് 1-2 കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്തു. പിന്നെ നമ്മളതാ വാപ്പിയിൽ നമ്മളെ ഹാരിസ്ക്കാണ് നമ്മളിവിടെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ നിന്നിട്ടുള്ള റൂം മുകളിലില്ലാണ്ട്. അപ്പോൾ ഹാപ്പിയാണ്, സന്തോഷത്തിലാണ്. ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്, നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് സൂറത്ത് റൂട്ടിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അത് ഇത് അലക്സേട്ടൻ, നാട്ടിൽ കൊട്ടാരക്കര. അപ്പോൾ ഏട്ടൻ ഇവിടെ ഇതിൻ്റെ ടയറിൻ്റെ ഷോപ്പിലല്ലേ, ടയറിൻ്റെ ഷോപ്പിൽ വർക്ക് എടുക്കുകയാണ്. ഏകദേശം എത്ര 20 വർഷമോ? 22 വർഷമായി ഇവിടെയാണ് ജീവിതം. അതായത് നാട്ടിൽ നിന്ന് പോന്നു, ഇവിടെ പ്രവാസ ജീവിതം വെച്ചുകൊടുക്കുകയാണ്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, അൽഹംദുലില്ലാ റാഹത്താണ്. ഏട്ടനും സന്തോഷത്തിലാണ്, നമ്മൾ സന്തോഷത്തിലാണ്. പിന്നെന്താ, ഞങ്ങൾ വന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളെ ഒന്ന് കണ്ടത് വലിയ സന്തോഷമുണ്ട്. ഓരോരുത്തരുടെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് വളരെ സന്തോഷം. അതല്ല രസമല്ലേ, ഏട്ടൻ രാവിലെ 5 മണിക്ക് തന്നെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ ഇറങ്ങാനായോ, നമുക്ക് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാവിലെ അവിടെ കടയൊക്കെ ഒന്ന് നടന്നു പോയി, ഒരു മോർണിംഗ് വാക്ക് എന്നുള്ള ലെവലിൽ, എന്നിട്ട് ചായയൊക്കെ കുടിച്ച് വന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ തീർച്ചയായും. അപ്പോൾ ഇതാ നമ്മളെ സൈക്കിളും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു വണ്ടി ഇവിടെ സെറ്റായി, 2 സൈക്കിളുകൾ ഇതാ ഇവിടെ ഉണ്ട്. ഇറങ്ങിയാലോ? അപ്പോൾ ഇതാ സൈക്കിളുകൾ ഇവിടെ ഉണ്ട്, സെറ്റാണ്. ഇറങ്ങല്ലേ? സെറ്റല്ലേ ഷാനുക്ക? സെറ്റ്. അപ്പോൾ ഏട്ടാ പോവാണ്, പ്രാർത്ഥിക്ക്. നാട്ടിൽ വരുമ്പോൾ വരിക. ആയിക്കോട്ടെ, തീർച്ചയായും. ഓക്കെ, ബൈ ബൈ. പിന്നെ നമ്മളെ ആരിസ്ക വരുക കാരണം രാവിലെ ഒന്ന് പറയണം. ഞങ്ങൾ ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ വർക്കിംഗ് റോഡിൽ നിന്ന് നേരെ സൂറത്ത് ഹൈവേയിലോട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി റൂട്ടാണ്. ഇന്നെന്തായാലും വെയിലാകുമ്പോഴത്തേന് അത്യാവശ്യം ഒന്ന് ചവിട്ടി നോക്കണം. അപ്പോൾ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന പാലത്തിൻ്റെ പഴയ പാലമാണ് കേട്ടോ കാണുന്നത്. അതിലിപ്പോൾ ഫോട്ടോഷൂട്ട് സെക്ഷൻ നടക്കുന്നൊരു ഏരിയ ആണ് തോന്നുന്നത്. മൊത്തം ചെറിയ ചെറിയ ബൈക്കുകളൊക്കെ നിർത്തിയിട്ട് ചെക്കന്മാരൊക്കെ ഫോട്ടോ എടുത്ത് കളിക്കും. അപ്പം നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്, ഏകദേശം 8 മണി. അപ്പോൾ നമ്മളിങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഒരു ധാബ കണ്ടു. അപ്പം ഇവിടെ ആൾട്ടാക്കിയതാണ്. കാരണം എന്താ വെച്ചാൽ ഗുജറാത്തിൽ നിന്ന് ഇനി രാജസ്ഥാൻ റൂട്ടിൽ പോകുന്ന ഏരിയകളിൽ ധാബകൾ വളരെ കുറവാണ്. അതായത് ഹോട്ടൽ തീരെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാലും നമ്മൾ വാപ്പി ടൗണിൽ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തെണ്ടി നടന്നൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പം ഹോട്ടലുകൾ അതുപോലെ തന്നെ ധാബകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഒരു ധാബ കണ്ടിട്ടുണ്ട്. നമ്മൾ കുറേ ദിവസമായി തുടർച്ചയായിട്ട് മറ്റേ ആലു പൊറാട്ട, അതേമാതിരി കുറേ മുന്നേ തുടർച്ചയായിട്ട് പൊഹ തന്നെയായിരുന്നു, അതേമാതിരി ആലു പൊറാട്ട ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ ഏതൊക്കെയോ ഫുഡ് പറഞ്ഞു, ഒരു ഐഡിയ ഇല്ല. നമുക്ക് എന്തായാലും ഇപ്പോൾ വന്നിട്ടുള്ളൂ. നമ്മൾ എന്തായാലും വേഗം കയ്യും മുഖമൊക്കെ കേക്കിയിട്ട് ചെന്ന് നോക്കാം എന്ത് വെറൈറ്റി ഫുഡാണ് ഇവിടെ ഇല്ലെന്ന് നോക്കാം. നമുക്ക് ഗുജറാത്തിലെത്തിയിട്ട് ഫസ്റ്റ് ഫുഡിങ്ങാണ്. ഇന്നലെ വാപ്പിന്ന് ഫുഡ് കഴിച്ചു, പക്ഷെ അത് വലിയ ഒരു സാമ്പാറും ചോറുമായിരുന്നു. പക്ഷെ രാവിലെ മോർണിംഗത്തെ ഫുഡ് അടിപൊളി. ഇവിടെ എന്താണെന്ന് നമുക്ക് നോക്കട്ടോ. നല്ല അടിപൊളി സാമ്പാർ, ചമ്മന്തി,
ഇഡ്ഡലി കുറേ ദിവസത്തിന് ശേഷാട്ടെ നമുക്കൊരു ഇഡ്ഡലി കിട്ടണേ. അപ്പോൾ അതാ സൈല ഒന്ന് കഴിച്ച് തീർത്തോ? അടിപൊളി, നല്ല ഫാസ്റ്റ് ആണല്ലോ. മുതലാളി അതാ 2 തീർത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൂടുതൽ വർത്താനം പറഞ്ഞാൽ ഒരു തീർത്ത് അടുത്ത ഓർഡർ ചെയ്യും. നല്ല വിശപ്പുണ്ട്, ഞാൻ വേഗം കഴിക്കണ്ടുണ്ട്. ഇതെന്താണ് കാണുന്നേ? പഞ്ചർ. ആരെ വണ്ടിയാണ്? സെഹിലാൻ്റെ വണ്ടി. സെഹില അവിടെ നിൽക്കുന്നുണ്ട്, ഞാനൊന്നും ചോദിക്കണില്ല. ചിലപ്പോൾ അവള് ക്യാമറയും കൂട്ടി ഒരു അടി കിട്ടും. അല്ല ആലോചിച്ചിട്ട് തന്നെ ഇടങ്ങാറാവുന്നുണ്ട്. കാരണം ഇന്നലെ നമ്മൾ നേരത്തെ ഇറങ്ങി, രാവിലെ തന്നെ നമുക്ക് പഞ്ചർ കിട്ടി. ഇന്നിപ്പോൾ ഒരു 30 കിലോമീറ്റർ 20 കിലോമീറ്റർ ചവിട്ടി ചായ കുടിച്ചിട്ട് ആ കാണുന്ന കാറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനടുത്ത് പഞ്ചർ. മുതലാളി കുറേ ദൂരം പോയിനിയടാ. അപ്പേ ഇവിടെയാണ് കേട്ടോ പഞ്ചറല്ല, അത് ഇന്നലെ ട്യൂബ് മാറ്റിയില്ലേ നമ്മൾ രാവിലെ. അപ്പോൾ ട്യൂബ് ഇട്ട് തിരക്ക് കൂട്ടിയിട്ടീനി. അപ്പം ഈ റബ്ബർ വരുന്ന അതും ഈ നെക്കിൻ്റെ ആ ഒരു പോയിന്റിലും നമ്മൾ ആ ഒരു തിരക്ക് കുട്ടിയൻ്റെ ഇടയിൽ പണി വാളി. അപ്പോൾ അതാ ഹാപ്പിയാണ്. കുട്ടി ഇതാ ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ ഇവിടെ. വലിയൊരു ടാങ്കർ എത്ര പഠിച്ചു പറഞ്ഞത്? എത്ര ടയറുണ്ട് എണ്ണി വയ്ക്കാലോ നമുക്ക്? ഒരു മിനിറ്റ്, ഞാൻ അതിൻ്റെ ടയറൊന്ന് എണ്ണട്ടെ. ഓല് ചവിട്ടി ഇങ്ങനെ പോട്ട്, ഞാൻ ടയറൊക്കെ എണ്ണിയിട്ട് ഇങ്ങനെ വരാം. നിങ്ങൾ നടക്കി. അപ്പോൾ എത്ര ടയറുണ്ട് പഠിച്ചോനെ? 1 2 3 4 ഭയ്യാ, 1 2 3 4. അപ്പേ ഈ ഒരു ലൈനിൽ 8 ടയറുണ്ട്. 8 16 24 32 40 48 എത്ര 56 64 72 80. അപ്പം ഈ കാണുന്ന ബടാവമ്പ ടാങ്ക് നിർത്താൻ മാത്രം 80 ടയർ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത് അത് വലിക്കണ അതിൻ്റെ എൻജിൻ എത്ര ഉണ്ടോ നമുക്ക്? 1 2 അവിടെ 3 4 5 6 7 8 9 10. അല്ല വല്ലാത്ത ജാതി. 10 ടയറിലൊരു എൻജിനാണിത് വലിക്കണേ. ആയി ബായ്. വല്ലാത്ത ജാതി. അപ്പം 80 ടയറും മുന്നിൽ 10 90 ടയർ പൊള്ളിക്കും സാധനം. അത് ചങ്ങായിമാരെ, അപ്പം നമ്മളിങ്ങനെ ചവിട്ടിക്കൊണ്ട് നിൽക്കുമ്പോഴേ ഇത് നല്ല കാലാവസ്ഥയാണ്. നല്ല സ്പീഡിൽ പോരും. പരിചയപ്പെട്ടിക്കോളൂ. പ്രമോദ്, ഷാമിൽ. നിങ്ങൾ ഷൈജു. നിങ്ങളെവിടെയാണ്? കണ്ണൂർ, പയ്യന്നൂർ. നിങ്ങൾ എറണാകുളം. നല്ല പ്രായമുണ്ടല്ലോ. നിങ്ങളെങ്ങനെ ഫസ്റ്റ് ടൈമാണോ? ഫസ്റ്റ് ടൈമാണ്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ്. അല്ല, ഏജ് ചോദിച്ചാൽ പ്രശ്നമുണ്ടോ? എത്ര ഉണ്ട്? 48. നിങ്ങളൊരു 34 44 10 കുറഞ്ഞു പോയി. അപ്പേ വലുതാ വണ്ടി. അങ്ങനെയല്ല, രണ്ടാളും നിങ്ങൾ എങ്ങനെ കണക്ഷൻ? വൈമെന്ന് കണക്ട് ആയതാണോ? ഫേസ്ബുക്കിൽ സഞ്ചാരി ട്രാവൽ ഓക്കെ. അതിൽ ഞാൻ ഈ ടൂർ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിരുന്ന ആൾ കുറച്ചായി. അപ്പം ഞാനങ്ങനെ ഒരു കമൻറ്റ് ഇട്ടു, ഇങ്ങനെ 8-ാം തീയതി പോകുന്നുണ്ട്, പോരുന്നുണ്ട്. ഈ പുള്ളി കയറി വന്നു. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഞങ്ങൾ 25-ന് തുടങ്ങി. അവിടുന്ന് 25-ന് തുടങ്ങി. ഈ മാസം 25-ന്. അല്ലേ, പുള്ളി പയ്യന്നൂരിൽ നിന്ന്, ഞാൻ എറണാകുളത്ത് നിന്ന് ബസ്. ഞങ്ങൾ ഇരിട്ടിയിൽ വെച്ച് കൂട്ടിമുട്ടി. ഞങ്ങൾ അവിടെ നിന്ന് നേരെ കുശാൽ നഗർ, അതായത് മടിക്കേരി കുശാൽ നഗർ, ഹസൻ, അവിടെ നിന്ന് ചിക്മംഗ്ലൂർ, നേരെ ഷിമോഗ സെൻട്രലിലൂടെ അങ്ങോട്ട് കട്ട് ചെയ്ത് കയറി. ഷിമോഗന്ന് ഞങ്ങൾ പിന്നെ അബി ഫോൾസ്, അബിയല്ല, ജോഗ് ഫോൾസ്. ജോഗ് ഫോൾസ്
അവിടുന്ന് തിരിച്ച് ഞങ്ങൾ യെല്ലാപ്പുരം എന്ന് പറഞ്ഞ സ്ഥലം സ്റ്റേ ആക്കി. എല്ലാപ്പൂര് ആ റൂട്ട് എങ്ങനെയുണ്ട്? ഫോറസ്റ്റ് ഇത്തിരി റോഡ് മോശമാണ്. പിന്നെന്താ, എത്ര ദിവസത്തെ പ്ലാനാണ്? എങ്ങനെയാണ്? അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇല്ല, കയ്യിൽ പൈസ തീരുന്നിടം വരെ ഞങ്ങൾ പോകും. എവിടെ ലക്ഷ്യം? എവിടെയാണ് ലക്ഷ്യം? ലഡാക്കാണോ? നേരെ കുളു മണാലി, ഡൽഹി. മണാലി വൈകുന്നേരമാണോ? ജമ്മു. കുറേ നാളത്തെ പ്ലാനാണോ? ഓക്കെ. നിങ്ങള് ആണ് ഒത്തിരി പേർക്ക് താല്പര്യമുണ്ട് പറയാൻ. ആ, കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ എല്ലാവരും പറയും ഫണ്ടാവണില്ല. ഫണ്ടായിട്ട് പോക്കാകുമ്പോൾ നടക്കൂല. ഞാൻ 2019 പോയതാണ്. ഇപ്പോൾ 2020 പോകാൻ വേണ്ടി ഫണ്ടൊക്കെ റെഡിയായി. കൊറോണ ഒന്ന് കുളമായി. അപ്പോൾ ഈ ട്രിപ്പ് ഇറങ്ങാൻ നിന്നപ്പോൾ ഫണ്ടില്ല. അപ്പോൾ കടം വാങ്ങി ഇറങ്ങി. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പുതിയ പാലത്തിലൂടെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പഴയ പാലം ഇവിടെ ഉണ്ട്. ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നതെന്ന് വെച്ചാൽ നമ്മളെ കുറ്റിപ്പുറം പാലത്തിൻ്റെ അതേ ഒരു വൈബ്, അതേ ഒരു മോഡലാണ് കേട്ടോ അതിൻ്റെ നിർമ്മാണ രീതി. പക്ഷെ ആ പാലത്തിലൂടെ പോകാൻ പറ്റില്ല. ഏത് നമ്മളെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു എൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രശ്നമില്ല, നമുക്കിതിലെ പോയാലും കാര്യം നടക്കുമല്ലോ. അപ്പം എങ്ങനെയായാലും ഞമ്മക്കൊരു കുഴപ്പമില്ല. ഇവിടെ എന്തോ ഒരു ഫ്രൂട്ട്സ് ക്ലീൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ എത്ര ആളാണ്? 1 2 3 6 10 ആൾ, 10 അല്ല 12 ആൾ. കണ്ടോ, നമ്മളെ കണ്ടപ്പോൾ വന്നെ ആവേശമാണ് ബൈക്ക്. അപ്പം ആ മറ്റേ വര പോലത്തെ അതിലിട്ടിട്ട് ക്ലീൻ ചെയ്തത് അവിടെ നിരത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ചാക്ക് ആ പെൺകുട്ടികൾ രണ്ടാളും കൂടി നമ്മളെ ലോറിക്ക് കയറ്റിയിട്ടുണ്ട്. നല്ല ആവേശമാണല്ലോ. അടിപൊളി. എന്താ സാധനം എന്നറിയില്ല, ഇളന്തപ്പയാണോ ഡൗട്ടുണ്ട്. പച്ച ഇളന്തപ്പയം, ഫുള്ള് ചളിയായിട്ടുണ്ട്. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 1:30-2 മണിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇന്ന് വലിയ വെയിലൊന്നുമില്ല, ഇല്ലായിരുന്നു. ഇപ്പോൾ ആ വെയിൽ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഒരു ധാബൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനെത്തി ഇപ്പോൾ ഒരു 5 മിനിറ്റായി. ഓല് കുറച്ച് ബാക്കിലാണ്, എന്താ സംഭവിച്ചറിയില്ല. ഞാനവിടെ ആ ഫ്ലൈ ഓവറിന് നല്ല ചവിട്ടി പോകുന്നതായിരുന്നു. അപ്പോൾ ഓല് എത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ ഫോണൊക്കെ ഒന്ന് കുത്തിരട്ടെ. അപ്പോൾ ഓല് എത്തിയിട്ട് ഫുഡൊക്കെ അടിച്ചിട്ട് ഇന്നെന്താ. അപ്പോൾ നമ്മൾ ധാബൻ്റെ മുന്നേ വന്നിട്ട് ഇങ്ങനെ ക്യാമറ പിടിച്ച് വീഡിയോ എടുത്തോണ്ടിരിക്കല്ലേ. അപ്പം വലുതൊക്കെ സാധനം ചോദിച്ചാൽ എല്ലാവരും കൂടി വന്നാണ്. അപ്പോൾ ഓൽക്ക് നമ്മളെ ചാനലൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്ത്. സാബ് ഭയ്യ ആപ്കാ നാം ക്യാ? मेरा नाम हाँ मेरा विजय भाई। सर इधर क्या? जब्बर सिंह राजपुरोहित सिनेर। जब्बर सिंह हाँ राजपुरोहित हाँ गांव सिनेर राजस्थान। വലിയ പേരാണ് കേട്ടോ. भैया नाम? संतोष कुमार प्रजापति। ठीक है। आपका नाम? त्रिलोक वैष्णव, राजस्थान जोधपुर से। यस, राजस्थान जोधपुर। इधर का? സാലിം. അപ്പേ ഇവരെല്ലാവരോടും പേര് വയ്ക്കാൻ പറഞ്ഞു. പക്ഷെ ചിലവർ പേര് വയ്ക്കുമ്പോൾ ആകെ അന്തം വിട്ടിട്ടുണ്ട്. ഇതൊക്കെ സംഭവം ഓർക്ക് മനസ്സിലായില്ല. ഓല ആകെ മേല് കൈ ആകെ നോക്കുകയാണ്. ഇതിപ്പോൾ ഈ ചങ്ങായി ഇതൊക്കെ ഇത് ടൈറ്റർ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടാണ് ഇങ്ങനെ നോക്കിക്കണെന്ന്. അപ്പോൾ ഞങ്ങളെ യൂട്യൂബിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് ഓല്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും വിശദമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയത്. പിന്നെ ഇന്നത്തെ കമൻറ്റ് ബോക്സിൽ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഷെയ്ക്കാൻ്റെ കൊടുക്കണ്ടെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ബിൽക്കൊന്നും ഷെയ്ക്കാൻ്റെ കൊടുക്കാത്തത്. എല്ലാവരും നമ്മൾ മനസ്സിലുണ്ട്. ആ ഓല അതിൻ്റെ ഇടയിൽ കൂടെ പരസ്യം ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അതാ ഒരു 10-20 മിനിറ്റിന് ശേഷം രണ്ടാളും തള്ളി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ടില്ലതേ പക്ക ഓഫ് റോഡാണ്. അതായത് ബോളർ ഇട്ടൊക്കെയാണ്. അപ്പോൾ അതിലെ തള്ളി കഴിഞ്ഞാൽ പഞ്ചറിട്ടും പറഞ്ഞിട്ട് തള്ളി വരികയാണ്. അതായത് ചവിട്ടി കഴിഞ്ഞാൽ പഞ്ചറിട്ടും പറഞ്ഞിട്ട് തള്ളി വരികയാണ്. നമ്മളിത് ഓവർ ബ്രിഡ്ജിലൂടെ അങ്ങനെ പോകുമ്പോൾ തായ് ഭാഗത്ത് ഒരു പെട്രോൾ പമ്പാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു പച്ചപ്പും അതുപോലെ തന്നെ അവിടുത്തെ പമ്പിൻ്റെ പെയിൻറ്റ് മഞ്ഞ നീല. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിന്യാ ലോറി വരുന്നുണ്ട് കേട്ടോ. ആ വലിയ ലോറി. ശൈല, അതിനെത്ര ടയറുണ്ട് അറിയോ? 90 ടയർ.
90 ടയർ. ആ ബാക്കിൽ നിന്ന് നോക്കിയാൽ 8 എണ്ണം കാണും. അങ്ങനെ 8 എണ്ണത്തിൻ്റെ 10 വരി, അപ്പോൾ 80 ടയർ. പിന്നെ അത് വലിക്കണ എൻജിനില്ലേ, അതിന് 10 ടയറും. അങ്ങനെ 90 ടയറാണ് പോണത്. ആ ബോർഡ് ഉണ്ടോ മക്കളെ, ഡൽഹി 1207 കേട്ടോ. അപ്പോൾ നമ്മളെ യാത്രയിൽ നമ്മളെ ഫസ്റ്റ് ബോർഡാണ്, ഡൽഹി ബോർഡ് ഫസ്റ്റ് കാണുകയാണ്. 1207 കിലോമീറ്റർ. അപ്പം 1200 കിലോമീറ്റർ കൂടി ചവിട്ടി നമ്മൾ ഡൽഹിയിലെത്തിയില്ലേ, അടിപൊളി. അപ്പേ നമ്മളെ ഫാമിൽ ഇതാ ഒരു വടാവമ്പ സാധനം ഉണ്ട് കേട്ടോ. അല്ല അതിനെ കെട്ടീനോ അടിച്ചോനെ, കെട്ടിയിട്ടില്ല. ഇല്ല ഓല അടിപൊളി ഒരു കുതിര. ഇത് കെട്ടിയില്ലട്ടടാ, കെട്ടിക്കുന്നോളി. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ നല്ല തലയെടുപ്പില്ല 2 കാളകളുണ്ട്. ഐശ്യ ഏതാ സാധനം, കെട്ടീനല്ലോ. ആ കെട്ടീനോ. മൂക്കയറിന് പകരം മൂക്കയറിട്ടിട്ട് അതിൻ്റെ മേലുണ്ട് ഒരു ബെൽറ്റ് ഇട്ട് സെറ്റപ്പാണ്. പടാവമ്പം കാളയാണ്. അയ്യോ, രണ്ടാളും കൂടി ഇങ്ങനെ നല്ല അടിപൊളി പോത്തുകളുണ്ട് കേട്ടോ. നല്ല ഏതതിൻ്റെയൊക്കെ വലിപ്പം. ഇവിടെ ഇതാ പശുക്കളാണ്. ചെറിയൊരു കിടാവുണ്ട്, അവിടെ എന്താ ചെറിയൊരു കിടാവുണ്ട്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ ഷോക്ക് വെച്ച മാതിരി നല്ല അടിപൊളി ബൈക്കുകളുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരു രാവിലെ നേരം വെളുത്താടെ നമ്മൾ സൈക്ലിങ്ങിന് ഇറങ്ങി അതേ ഒരു ഫീലിംഗ് ഇല്ലോ. മൊത്തത്തിൽ കോട മാതിരി മൂടി കിടക്കണം. കോടയല്ല ഇത് കേട്ടോ. അവിടെ ഏതൊരു ഫാക്ടറി ഉണ്ട്, അവിടെ നിന്നില്ല ഇതാണ് പുകയാണ്. കാണിച്ചു തരാം, അതിൻ്റെ കോയലൊന്ന് പുക വരുന്നത്. അതുണ്ടോ, ആ കോയലിൽ നിന്ന് അച്ചയൊക്കെ പുക പുറത്തേക്ക് വിടുകയാണ്. പിന്നെ എങ്ങനെയാ അകരപ്പാതൊക്കെയാണ്. നമ്മൾ കുറ്റം പറയല്ലോ കേട്ടോ, അതൊരു ഫാക്ടറിയാണ്, കുറേ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു ഫാക്ടറിയാണ്. ബട്ട് ഈ ഒരു അങ്ങാടി മൊത്തം പുകയിലാണ്. നമ്മളവിടുന്ന് കണ്ടിന്യൂ ആ വണ്ടിയില്ലേ, 900 ടയറില്ലേ, ആ വണ്ടിയാണ് കേട്ടത്. ഓലിപ്പം ഇവിടെ എത്തിയിട്ടുള്ളൂ. നമ്മളോലെ മുന്നേ കിടന്നു. ഇവിടെ ആ സൈഡിൽ ഇവിടുത്തെ റോഡിൻ്റെ സെൻറ്ററിൽ ഒരു ഐറ്റം പന കുഴിച്ചിട്ടിട്ടുണ്ട്. എണ്ണപ്പനയാണോ അറിയില്ല, എന്നാലും കാണാൻ നല്ല രസമുണ്ട്. സേല ഇതെങ്ങനെയുണ്ട് റോഡിൻ്റെ സെൻറ്ററിൽ നോക്കിയ വൈബ്? ഇപ്പോഴാണ് ശ്രദ്ധിച്ച്, ഗൾഫത്തെ റോഡോ അല്ല, ഇവിടെ അടുപ്പിച്ചുണ്ട്. ഹായ് ചങ്ങായിമാരെ, അപ്പോൾ നമ്മളിതാ ഈവനിങ് 6:30 ടൈം ആയപ്പോൾ നമ്മൾ സൂറത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ അപ്പോൾ നമ്മളെ അഷ്റഫ്ക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അഷ്റഫ്ക്ക് ഇതാ 2 ആഴ്ച മുന്നേ വിളിക്കുന്നുണ്ട്, സൂറത്ത് എത്താനാകുമ്പോൾ വിളിക്കേണ്ടി, നമ്മുടെ ഗുജറാത്ത് ബോർഡർ കയറിയാൽ വിളിക്കേണ്ടി, അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ ഇപ്പോൾ ഇതാ ഒരു 10-20 വട്ടം അഷ്റഫ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ആളതുവരെ കണ്ടിട്ടില്ല. നമ്മൾ യാത്ര തുടങ്ങിയതിന് ശേഷം എൻ്റെ നമ്പർക്ക് വിളിച്ചു. അപ്പോൾ അഷ്റഫ്ക്ക് കാസർഗോട്ടുകാരനാണ്. അങ്ങനെ എൻ്റെ നമ്പർക്ക് വിളിച്ചു, ഞങ്ങളിത് അവിടെ സൂറത്തിലുണ്ട്, ഇവിടെ കയറിയിട്ട് പോയാൽ മതി എന്ന് നിർബന്ധിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും പോകുന്ന റൂട്ടിൽ തന്നെയാണ് സൂറത്ത്. അപ്പോൾ എന്തായാലും നമ്മളെ പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, നാളെ നമ്മളെ കൂട്ടത്തിൽ ഒരു സർപ്രൈസ് ആയിട്ട് നാളെ 31-ാം തീയതി ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ ആ സർപ്രൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും സൂറത്ത് എത്തണം. അപ്പോൾ ആ ഒരു റൂട്ടിൽ നിന്ന് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ സൂറത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അതിൽ വേറൊരു രസമുണ്ട്, നമ്മൾ ലൊക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ വേറെ നമ്പറിൽ നിന്ന് കോൾ വന്നു, നിങ്ങളിതിലെ പാസ്സാക്കണേ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. മംഗലാപുരത്തുകാരനാണെന്ന് അഷ്റഫൊക്കെ പറഞ്ഞത്. ഇതിൻ്റെ പരിചയത്തിലുള്ള ആളല്ല, പക്ഷേ നമ്മളെ ഗ്രൂപ്പിലുള്ള ആളാണ്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരനെ മീറ്റ് ചെയ്യണം, ഇതുവരെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഹോട്ടലിൽ നിന്ന് പോയേക്കാം. ഇതാണ് നമ്മളെ അഷ്റഫ്ക്ക.
അസ്സലാമു അലൈക്കും. നമ്മളെങ്ങനെ കണക്റ്റ് ആയത്? യൂട്യൂബിൽ കണ്ട് ആ നമ്പർക്ക് വിളിച്ച്. യെസ്. അപ്പോൾ അതാ നമ്മൾ അഷ്റഫ് ക. നിങ്ങൾ കാസർഗോഡ് എവിടെയാണ്? സിറിയ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇവിടെ എത്ര വർഷമായി? 20 വർഷം. ഓക്കെ. അങ്ങനെ ഉപ്പാൻ്റെ അന്നേ ഹോട്ടലാണ് ഹോട്ടൽ. ഓക്കെ. പിന്നെതാ നമ്മളെ ഒരു മലപ്പുറത്തുകാരുണ്ട്, ഇക്ക. അസ്സലാമു അലൈക്കും. നിങ്ങളെ പേര്? സിദ്ദീഖ്. മലപ്പുറത്ത് പെരിന്തൽമണ്ണ എവിടെയാണ്? കാപ്പ്. കാപ്പിൽ നമുക്കൊരു കമ്പനിക്കാരുണ്ട്. അപ്പോൾ എന്തായാലും സിദ്ദീഖ. അപ്പോൾ സിദ്ദീഖ നിങ്ങൾ എത്ര വർഷമായി ഇവിടെ? 25 വർഷമായി. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ വന്നപ്പോൾ ഇത് അഷ്റഫ് ക ചായ എന്തൊക്കെ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒക്കെ ഒന്ന് കയറി വെക്കാം. ഹോട്ടൽ മൊത്തം വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ അഷ്റഫ് ക നമുക്കുള്ള ഫുഡ് ഇവിടെ നിരത്തിയിട്ടുണ്ട്. മൊത്തം മുട്ടൻ്റെ വിഭവങ്ങളാണ്. ആദ്യം തന്നെ അതാ ഓംലേറ്റ് ഉണ്ട്, ഇത് എഗ്ഗ് കീമ, ഇതിൻ്റെ പേര് ബുർജി. പിന്നെ അതാ ചപ്പാത്തി ഉണ്ട്, ബ്രെഡുള്ളത് നോർമൽ ഉണ്ട്. ഓക്കെ. ഷാനിക്ക കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. സൈല അല്ല നിങ്ങൾ കഴിക്കണല്ലേ? അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ആകെ കൺഫ്യൂഷനായത്? ഇതാണ് നമ്മളെ ഇംതിയാസ് ക. അസ്സലാമു അലൈക്കും. ഇംതിയാസ് ക നമ്മളെങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ കൺഫ്യൂഷനായി. പ്രശ്നമല്ല. നിങ്ങൾ നാട്ടിൽ? മഞ്ചേശ്വരം. ആശ എന്താ നല്ല ഫുഡിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് അവിടെ റൂമിൽ ഫുഡ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇംതിയാസ്ഖാൻ്റെ സന്തോഷത്തോടെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ഇതാ ചെറുതായിട്ട്. പിന്നെ ഇതാ അവിടെ ഉണ്ട് ഒന്ന് സേല തുടങ്ങിയില്ല അറ്റാക്കിങ്. അപ്പോൾ ഇംതിയാസ് ക വിശദമായി കഴിക്കാൻ ഞങ്ങൾ നാളെ ഇവിടെ ഉണ്ടാവും. 3 ദിവസം. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ഐറ്റം കഴിഞ്ഞപ്പോൾ ഇത് അടുത്ത 3 എത്തിയിട്ടുണ്ട്. ഇതെന്താ സാധനം? ലോലിപോപ്പ്. പടച്ചോനെ ഇതൊക്കെ പാടെ എവിടുക്ക നമ്മൾ കഴിക്കുക? സൈല വയറിൽ സ്പേസ് ഉണ്ടോ? ആശാനെ സ്പേസ് വയറ് ഈ ചെങ്ങായിക്കത്തെ പിരാന്തായി ഇതിപ്പോ ചിക്കനാണ് ചെല്ലുമ്പോ ചിക്കൻ മാത്രമാകുമ്പോ ചെറുപ്പേ. അസ്സലാമു അലൈക്കും. പേര് സുബൈർ. കാസർഗോഡ് തന്നെ. മുപ്പനാട്ടാരൻ അളിയൻ. അപ്പോൾ നമ്മളെ ഇക്കൻ്റെ അളിയനാണ്. നിങ്ങളെല്ലാവരും കൂടി കുടുംബക്കാരൻ. നാളെ ഞങ്ങൾ വിശദമായി വരാം. 80 रुपया. അപ്പോൾ നമ്മൾ അടുത്ത ഫുഡ് എത്തിയിട്ടുണ്ട്. ഇന്ന് വെറും ഫുഡിങ്ങാണ് പരിപാടി. ഇതാ നമ്മൾ അഷ്റഫ് ക. ഇന്ന് നമ്മളവിടെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള അഷ്റഫ് കയാണ്. അഷ്റഫ് ക ഇതെന്താണ് സാധനം? നിങ്ങൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ചിക്കൻ ചില്ലി ഇവിടുത്തെ സ്പെഷ്യലാണ്. പിന്നെ ചൈനീസാണ്. ടേസ്റ്റ് നോക്കിയോ സൈല? ഇല്ല, സമ്മതിക്കണില്ല. എന്നാൽ ഫസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. അയ്യവ അല്ല കഴിഞ്ഞിട്ടില്ല. ഇത് അടുത്ത സാധനം വരുന്നേ. ഇതെന്താ സാധനം? നീലം സ്പെഷ്യൽ. ഇത് ഐസ്ക്രീമാ? അങ്ങനെ പറഞ്ഞാല് മലായി. ആഹാ മാഷാ അല്ലാ. കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. ഇനിയൊന്നും വേണ്ട കേട്ടോ. വയറിൽ സ്പേസ് ഇല്ല. സേല ഇത് ഫുള്ള് ചെയ്ത് തീർക്കണ്ടേ? ഷാനിക്ക ആ ഹായ് ചങ്ങായിമാരെ. അപ്പോൾ ഇതാ നമ്മളെ 37ാമത്തെ ദിവസം നമ്മളിതാ സൂറത്തിലെത്തിയിട്ടുണ്ട്. ഗുജറാത്തിൽ സൂറത്തിൽ. അപ്പോൾ ഇന്ന് നമ്മളെ യാത്രയിൽ ഏകദേശം 120ഓളം കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു. നല്ല റോഡായിരുന്നു. അൽഹംദുലില്ലാ ഹാപ്പി ആയിരുന്നു. രാവിലെ ചെറിയൊരു പഞ്ചറൊക്കെ കിട്ടിയിരുന്നാലും പ്രശ്നമൊന്നുമില്ല. അൽഹംദുലില്ലാ റാഹത്തായിട്ട് 6:30 ടൈമിൽ തന്നെ ഞങ്ങളിവിടെ ആൾട്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൂറത്തിൽ നമുക്ക് 5 സ്റ്റേ സെറ്റായിട്ടുണ്ട്. എന്ത് ചെയ്യുക. അപ്പോൾ നമ്മളെന്തായാലും ആദ്യം പറഞ്ഞാൽ നമ്മളെ ഇക്കൻ്റെ അടുത്തുണ്ട്.
വിളിക്കല്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കുറേ ആളുകൾ വിളിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇംതിയാസ്ക്ക്, അതുപോലെ തന്നെ നമ്മളെ നേരെ അപ്പുറത്ത് സാഗർ ഹോട്ടൽ തിക്ക, അങ്ങനെ കുറേ ആളുകൾ, പിന്നെ നമ്മളെ അരീക്കോട്ടാറുണ്ട്, നമ്മളെ റെയിൽവേൻ്റെ അവിടെ, അങ്ങനെ കുറേ ആളുകൾ വിളിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ മിക്സായി, ആകെ കൺഫ്യൂഷനായിരുന്നു. എന്നാലും കുഴപ്പമില്ല, എല്ലാവരുടെ അടുത്തും നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ ഹാപ്പിയാണ്. പിന്നെ ഇവിടെ എത്തിയപ്പം ഓരോ ഹോട്ടലിലും അടിപൊളി ഫുഡിങ് ആയിരുന്നു. അപ്പോൾ നമ്മളെ അവിടുന്ന് സാഗർ ഹോട്ടലിൽ നിന്ന് കുറച്ച് വെറൈറ്റി ലോലിപോപ്പ് കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇവിടുന്ന് നമ്മൾ ഇക്കൻ്റെ ഒപ്പം കുറച്ച് വെറൈറ്റി വരി. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചത്? ചിക്കൻ ചില്ലി, നീലം സ്പെഷ്യൽ. അതിൽ നമ്മളെ നാട്ടിലത്തെ ചിക്കൻ ചില്ലി അല്ല കേട്ടോ ഇവിടെ കഴിച്ചത്, ചൈനീസ് ചിക്കൻ ചില്ലി. അതന്നെ വെറൈറ്റി ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അതിന് ടേസ്റ്റില്ല ഫുഡ് കഴിക്കുന്നത്. പിന്നെ വയറ് നിറഞ്ഞുകൊണ്ട് വല്ലാതെ കഴിക്കാൻ കഴിഞ്ഞില്ല. നാളെ നമുക്ക് ശരിയാക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും നാളെ കുറച്ച് വെറൈറ്റി ഐറ്റം കൂടി ഉണ്ടാവും. പിന്നെ നാളെയാണ് ഞാൻ പറഞ്ഞ 31-ാം തീയതി നമ്മളെ സർപ്രൈസ് ദിവസം. അപ്പോൾ എന്തായാലും നാളെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എന്തായാലും ബൈ ബൈ.